നമസ്കാരം. USA കാനഡ ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ട്രംപുമായി കരാറിലെത്തിയവർക്ക് താരിഫിൽ ഇളവ്. താരിഫ് യുദ്ധം രൂക്ഷമാകുന്നതിനിടയിൽ അമേരിക്കയുമായി വ്യാപാര കരാറിലെത്തിയ രാജ്യങ്ങൾക്കുള്ള നികുതിയിൽ കുറവ് വരുത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. സെപ്റ്റംബർ 8 തിങ്കളാഴ്ച മുതൽ ഇളവുകൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചന. ആഗോള വ്യാപാര വ്യവസ്ഥയെ പുനർനിർമ്മിക്കുക, US-ന്റെ വ്യാപാര കമ്മി കുറയ്ക്കുക, പങ്കാളി രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക എന്നീ നേട്ടങ്ങളാണ് ഇതിലൂടെ ട്രംപ് നേടിയിരിക്കുന്നത്. പുതിയ ഉത്തരവ് ഏകദേശം 45-ലധികം വിഭാഗങ്ങളിലുള്ള സാധനങ്ങൾക്ക് താരിഫ് ഇളവ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനകം US-മായി വ്യാപാര കരാറിലെത്തിയ രാജ്യങ്ങൾക്ക് മാത്രമാകും ഈ ഇളവ് ലഭിക്കുക. US-മായി വ്യാപാര കരാറിലെത്താൻ മറ്റ് രാജ്യങ്ങളെ കൂടി ആകർഷിക്കുന്നതിനാണ് പുതിയ നീക്കമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയെ പൂട്ടാൻ ട്രംപിന്റെ രണ്ടാം ഘട്ടം. റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ താൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമോ എന്ന ചോദ്യത്തിന് മറുപടിയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. മോസ്കോയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ വാഷിംഗ്ടണും യൂറോപ്യൻ യൂണിയനും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയാൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയിലേക്ക് ഉടൻ കൂപ്പുകുത്തുമെന്ന് US സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ട്രംപിന്റെ നിലപാട്. ട്രംപിന്റെ ലക്ഷ്യം സ്വദേശിവൽക്കരണം. കുടിയേറ്റ വിരുദ്ധ നിലപാടുകളിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് കടുത്ത സ്വദേശിവൽക്കരണമെന്ന് വ്യക്തമാകുന്നു. വിദേശ കമ്പനികൾ അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുകയും പരിശീലനം നൽകുകയും കുടിയേറ്റ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. വിദേശ കമ്പനികൾ അമേരിക്കൻ തൊഴിലാളികളെ പരിശീലിപ്പിച്ച് തങ്ങളുടെ കമ്പനികളിൽ ജോലി നൽകണമെന്നും ട്രംപ് തുറന്ന് ആവശ്യപ്പെട്ടു. ജോർജിയയിലെ ഹ്യുണ്ടായി മോട്ടോർ നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ 300ഓളം ദക്ഷിണ കൊറിയക്കാരെ കസ്റ്റഡിയിലെടുത്ത് തുടർന്നാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വ്യാഴാഴ്ച നടന്ന റെയ്ഡിൽ ആകെ 500ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കൈവിലങ്ങുകളും കണങ്കാൽ ചങ്ങലും ധരിച്ച് ഇവരെ ബസ്സുകളിൽ കയറ്റിയിരുത്തുന്ന ദൃശ്യങ്ങൾ US അധികൃതർ പുറത്തുവിട്ടു. അമേരിക്കയിൽ നിക്ഷേപം നടത്തുന്ന എല്ലാ വിദേശ കമ്പനികളോടും നമ്മുടെ രാജ്യത്തിൻ്റെ കുടിയേറ്റ നിയമങ്ങളെ മാനിക്കാൻ താൻ അഭ്യർത്ഥിക്കുന്നെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതി. നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വളരെ മിടുക്കരായ ആൾക്കാരെ നിയമപരമായി കൊണ്ടുവരാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുകയാണെന്നുമാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. ട്രംപിനി ചൈനയിലേക്ക്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏഷ്യ പസഫിക് കോർപ്പറേഷന്റെ വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിനിടെ കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം. ഒക്ടോബറിലായിരിക്കും ട്രംപിന്റെ ദക്ഷിണ കൊറിയൻ യാത്രയെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ട്രംപിന്റെ സന്ദർശനം. ചൈന റഷ്യയുമായും ഇന്ത്യയുമായും അടുക്കുന്നതിനിടെയാണ് ട്രംപിന്റെ സന്ദർശനം എന്നതും നിർണായകമാണ്. ഗ്യാൻഷുവിൽ ഒക്ടോബർ അവസാനം തുടങ്ങി നവംബർ ആദ്യവാരം അവസാനിക്കുന്ന തരത്തിലാകും ഉച്ചകോടി. നേരത്തെ ട്രംപിനെയും ഭാര്യയെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ചൈനയിലേക്ക് ക്ഷണിച്ചിരുന്നു. ക്ഷണം സ്വീകരിച്ചെങ്കിലും എപ്പോൾ ചൈനയിലേക്ക് പോകുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നില്ല. ഹമാസിന് ട്രംപിന്റെ അവസാന മുന്നറിയിപ്പ്. ഗാസയിൽ നിന്ന് ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാർ അംഗീകരിക്കാൻ പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസിന് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച തന്റെ അവസാന മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലികൾ തന്റെ നിബന്ധനകൾ അംഗീകരിച്ചു. ഹമാസ് അംഗീകരിക്കേണ്ട സമയമാണിതെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അംഗീകരിക്കാത്തതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് ഹമാസിന് മുന്നറിയിപ്പ് നൽകി. ഇത് തൻ്റെ അവസാന മുന്നറിയിപ്പാണെന്നും മറ്റൊന്നുണ്ടാകില്ലെന്നും ട്രംപ് നിലപാട് വ്യക്തമാക്കുന്നു. ഗാസയിൽ വെടിനിർത്തൽ കരാറിലെത്താൻ മധ്യസ്ഥർ വഴി US ഭാഗത്തു നിന്ന് ചില ആശയങ്ങൾ ലഭിച്ചതായി ഹമാസ് പിന്നീട് പ്രസ്താവനയിൽ സമ്മതിച്ചു. ആ ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള വഴികൾ മധ്യസ്ഥരുമായി ചർച്ച ചെയ്യുകയാണെന്നും ഹമാസ് പറഞ്ഞു. വാക്സിൻ വേണമോ വേണ്ടയോ എന്ന് ഫ്ലോറിഡ തീരുമാനിക്കണം. ഫ്ലോറിഡയിലെ സ്കൂൾ പ്രവേശനങ്ങൾക്ക് നിർബന്ധിത വാക്സിൻ നൽകൽ ഒഴിവാക്കാനുള്ള പദ്ധതി അടുത്ത 90 ദിവസത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകില്ല. നിയമനിർമ്മാതാക്കൾ ചിക്കൻ ബോക്സും മറ്റ് ചില രോഗങ്ങൾക്കുമുള്ള വാക്സിനുകളകം നിർബന്ധിത പട്ടികയിൽ നിന്നും ഒഴിവാക്കുക. പോളിയോ, മീസിൽസ് തുടങ്ങിയ മറ്റു രോഗങ്ങൾക്കുള്ള വാക്സിനുകൾ നിർബന്ധമായും കുട്ടികൾ എടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. ഹെപ്പറ്റൈറ്റിസ് B, ചിക്കൻ ബോക്സ്, ഹിപ്പ് ഇൻഫ്ലുവൻസ, മെനിഞ്ചൈറ്റിസ് പോലുള്ള ന്യൂമോകോക്കൽ രോഗങ്ങൾക്കുള്ള സ്കൂൾ വാക്സിനുകൾ നിർബന്ധമാക്കുന്നത് പദ്ധതി പ്രകാരം പിൻവലിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. താരിഫ് അമേരിക്കക്കാരനുള്ള നികുതിയേ അല്ല. ലോകമെമ്പാടും ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ വ്യാപാര താരിഫുകൾ അമേരിക്കക്കാരുടെ മേൽ ചുമത്തുന്ന നികുതിയല്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഞായറാഴ്ച NBCക്ക് നൽകിയ അഭിമുഖത്തിൽ ജോൺ ഡിയർ, നൈക്ക്, ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ നികുതി ആശങ്കകളെ സ്കോട്ട് ബെസന്റ് തള്ളിക്കളഞ്ഞു. ട്രംപിന്റെ താരിഫ് നയം കോടിക്കണക്കിന് ഡോളർ ഈ കമ്പനികൾക്ക് നഷ്ടമുണ്ടാക്കുമെന്ന് കമ്പനികൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കൻ കമ്പനികൾ അമേരിക്കൻ താരിഫുകളുടെ ചെലവ് അമേരിക്കയുടെ മേൽ ചുമത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കുകയാണോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഈ താരിഫുകൾ അമേരിക്കൻ ഉപഭോക്താക്കളുടെ മേൽ നികുതിയാണെന്ന് താൻ സമ്മതിക്കില്ലെന്നും സ്കോട്ട് ബെസന്റ് ചൂണ്ടിക്കാട്ടി. വരുന്നു ആപ്പിൾ i17ന്റെ 4 മോഡലുകൾ. സെപ്റ്റംബർ 9 ആപ്പിൾ ഔട്ട്ഡ്രോപ്പിംഗ് ഇവന്റ് പ്രഖ്യാപിച്ചു.
രാത്രി 10:30 ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ 2025 ഐഫോൺ നിരയെ ആപ്പിൾ പരിചയപ്പെടുത്തും. ഇതിൽ ഐഫോൺ 17, ഐഫോൺ 17 എയർ, ഐഫോൺ 17 പ്രോ, ഐഫോൺ 17 പ്രോ മാക്സ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ആപ്പിൾ ഐഫോൺ 17 പ്രോ, പ്രോ മാക്സ് എന്നിവയ്ക്ക് അലുമിനിയം ഫ്രെയിം തിരികെ വരുന്നതായും റിപ്പോർട്ടുണ്ട്. TSMCയുടെ ഏറ്റവും പുതിയ പ്രോസസ്സർ ഉപയോഗിച്ച് നിർത്തിയ അപ്ഗ്രേഡ് ചെയ്ത A19 പ്രോ ചിപ്സെറ്റാണ് ഈ മോഡലുകൾക്ക് കരുത്ത് പകരുന്നത്. ഇതാദ്യമായി ഐഫോണുകൾക്ക് 12GB റാമും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് കൂടുതൽ സുഗമമായ മൾട്ടി ടാസ്കിങ്ങിനും അഡ്വാൻസ്ഡ് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറുകൾ ഉപയോഗിക്കുന്നതിനും ഉപഭോക്താക്കളെ സഹായിക്കും. ഐഫോൺ 17 പ്രോ മാക്സിൻ്റെ 256GB ബേസ് മോഡലിന് അമേരിക്കയിൽ ഏകദേശം $1,249, ഇന്ത്യയിൽ ഏകദേശം $1,64,990 വില വരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. apple.com, ആപ്പിൾ TV ആപ്പ് അല്ലെങ്കിൽ കമ്പനിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി സെപ്റ്റംബർ 9 നടക്കുന്ന ഈ ഇവൻ്റ് തത്സമയം വീക്ഷിക്കാം. ലോല ഡോളിന് വെടിയേറ്റു. ഗയനയിലെ സോഷ്യൽ മീഡിയ താരമായ ലോല ഡോൾ എന്ന 33-കാരി വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ. ശനിയാഴ്ച രാത്രി 11:35 ജോർജ് ടൗണിലെ വീട്ടിൽ വെച്ചാണ് ലോലിത കലണ്ടർ എന്നറിയപ്പെടുന്ന താരത്തിന് വെടിയേറ്റത്. കഴുത്ത്, മുഖം, കൈകൾ, വലത് കാൽ എന്നിവിടം ഗുരുതരമായി വെടിയേറ്റ് പരിക്കേറ്റവരെ ജോർജ് ടൗൺ പബ്ലിക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. തൻ്റെ കാറിൽ ഇരിക്കുകയായിരുന്ന ലോളയെ ബൈക്കിലെത്തിയ ഒരാൾ വെടിവെക്കുകയായിരുന്നെന്ന് പോലീസ് അറിയിച്ചു. പ്രകോപനപരമായ പോസ്റ്റുകളിലൂടെയും മ്യൂസിക് വീഡിയോകളിലൂടെയുമാണ് ലോല ഡോൾ സോഷ്യൽ മീഡിയയിൽ താരമായത്. ട്രംപിനെതിരെ തിരിഞ്ഞ് ചിക്കാഗോ. ഫെഡറൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ നീക്കത്തിനെതിരെ കുടിയേറ്റക്കാർക്കുള്ള നടപടികൾ കർശനമാക്കാൻ ചിക്കാഗോ. കുറ്റകൃത്യങ്ങളും അനിശ്ചിത കുടിയേറ്റവും നിയന്ത്രിക്കാനാണ് സൈന്യത്തെ വിന്യസിക്കുന്നതെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ചിക്കാഗോ നഗരത്തിൻ്റെ ഈ നീക്കം. ഫെഡറൽ സൈന്യത്തെ നഗരത്തിലേക്ക് അയക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിക്കെതിരെ ചിക്കാഗോ മേയർ ബ്രാൻഡൻ ജോൺസണും ഇലിനോയ്സ് ഗവർണർ JB പ്രിറ്റ്സ്കറും രംഗത്തെത്തിയിരുന്നു. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചിക്കാഗോ നഗരത്തിൽ മുന്നിൽ നിൽക്കുന്ന ചിത്രം ട്രംപ് പങ്കുവച്ചിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വാർ എന്ന് പെൻറ്റഗണിനെ പുനർനാമകരണം ചെയ്തതിനെക്കുറിച്ചുള്ള സൂചനകളും ചിത്രത്തിലുണ്ടായിരുന്നു. ട്രംപ് ചിക്കാഗോയ്ക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുന്നു എന്നാണ് ഇലിനോയ്സ് ഗവർണർ പ്രിറ്റ്സ്കർ വിമർശിച്ചത്. USA കാനഡ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.